ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമ്മറുകുട്ടി. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് കോഴ്സുകൾ വാലിഡ് ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം പല സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികളെ പേര് ചോദിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഇന്ന കോഴ്സിന് വാലിഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കൂടുതൽ സമയം നീട്ടി വലിക്കുന്നില്ല. നമ്മൾ ആദ്യം നോക്കേണ്ടത്, താഴെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കൊടുക്കാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റാണ്. കാരണം യൂണിവേഴ്സിറ്റിൻ്റെ അംഗീകാരം കണക്കാക്കുന്നത് UGCയും അതുപോലെ തന്നെ മറ്റ് ബോഡികളാണ്. അപ്പോൾ UGCൻ്റെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുന്ന യൂണിവേഴ്സിറ്റി അതിൻ്റെ അണ്ടറിലുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി, റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഓൺലൈൻ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കേണ്ടത്, യൂണിവേഴ്സിറ്റി മാത്രം UGC അപ്രൂവ്ഡ് ആയതിൻ്റെ കാര്യമില്ല. കാരണം ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന കോഴ്സുകൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതാണ്. ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സ് നമുക്ക് എല്ലാ സംസ്ഥാനത്തും നമുക്ക് വാലിഡ് ആണ്, റെഗുലറിന് തത്തുല്യമാണ്. പക്ഷേ ചില സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റികൾ, ഇപ്പം തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കർണാടകയിലെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് കേരളത്തിൽ വന്ന് തരുമ്പോൾ ചില കോഴ്സുകൾ അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. കാരണം നമുക്ക് പല സെൻറ്ററുകളും അടച്ചു പൂട്ടിയതായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലും നമുക്ക് കാണാം. തമിഴ്നാട്ടിലാണ് കൂടുതൽ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വന്നിട്ട് സ്റ്റഡി സെൻറ്റർ ഇട്ടിട്ട് അതുപോലെ തന്നെ അവർക്കുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നതായി കാണാൻ പറ്റും. പലരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കോഴ്സൊക്കെ നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കാരണം ചിലത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും, ചിലപ്പോൾ ആ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെ കോഴ്സുകൾ അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജോലി സാധ്യത എന്താണെന്നാണ്, ഈ കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് ജോലി സാധ്യത പുറന്തള്ളപ്പെടും എന്നുള്ളത്. അതിൻ്റെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ജോലി സാധ്യതയൊന്നും കുറവ് ചാൻസ് വരില്ല. കാരണം എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ മാത്രം അവർ പറയുന്നത് റെഗുലർ പഠിച്ചാലും മാത്രമേ നിങ്ങൾക്ക് എന്താ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉപരിപഠന സാധ്യതകൾ എന്തെല്ലാമെന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഉപരിപഠന സാധ്യത എന്ന് പറയുന്നത്, നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഗ്നോ പോലുള്ള ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ, അപ്രൂവഡ് ആയ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അത് കാര്യം BEdനാണ് ചോദിക്കാറുള്ളത്. BEd നിങ്ങൾക്ക് ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് BEd നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇഗ്നോയിൽ ഡിസ്റ്റൻസ് ആയിട്ട് BEd ഉണ്ട്, പക്ഷേ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് BEdന് പോകാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. ഡിസ്റ്റൻസ് ചെയ്ത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പല യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ള PSC അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. കാലിക്കറ്റ്, കണ്ണൂർ, തിരുവനന്തപുരം, അങ്ങനെ തിരുവനന്തപുരമല്ല, കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഈ കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടെന്ന് നിങ്ങൾ മുൻകൂട്ടി അന്വേഷിക്കണം. കാരണം കോഴ്സ് പഠിച്ചതിന് അന്വേഷിക്കാൻ പാടില്ല, അതിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ആ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഓരോ കോഴ്സുകളും നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും ആ കോഴ്സിന് നിങ്ങൾ ചേരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഒരു വെബ്സൈറ്റ് കൊടുക്കാം. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമായിട്ടുണ്ടോയെന്നും അതുപോലെ തന്നെ ആ കോഴ്സ് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണുള്ളത് ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് വാലിഡ് ആണോ എന്നുള്ളതും കൃത്യമായിട്ട് അന്വേഷിച്ച് വേണം നിങ്ങൾ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും നിങ്ങൾക്ക് വാലിഡ് ആണ്. അതിൽ യാതൊരു ടെൻഷനോ കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് എവിടെ നിന്നും എക്സാം എഴുതാനും എവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറ്റും. അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് ഇഗ്നോനെ കുറിച്ച് കൂടുതൽ വീഡിയോകൾ നമ്മളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ പോയി കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.